അവൻ്റെ മഹത്വമുള്ള നാമത്തിന് നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹലോ ഹോപ്പിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹലോ ഹോപ്പിൽ ലൈവിൽ വരുവാൻ ദൈവം ഇങ്ങനെ ഒരു സാഹചര്യം എനിക്ക് തന്നതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ഇതിൻ്റെ സംഘാടകരായ പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. വിശേഷാൽ ചെറിയാൻ മാത്യു സാറിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തൻ്റെ ദാസൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവത്തിൻ്റെ മഹാദയയും കരുണയും കൂടെയുണ്ടല്ലോ. തൻ്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ രാജീവ് ബ്രദറിനെ ഓർക്കുന്നു. അദ്ദേഹവും കാണിക്കുന്ന എല്ലാ സന്മനസ്സിനും ദൈവം പ്രതിഫലങ്ങൾ കൊടുക്കട്ടെ. ഈ ഹെലഹോപ്പിലൂടെ ഇപ്പോൾ എന്നെ വീക്ഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവാത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. 2 ശമൂവേലിൻ്റെ പുസ്തകം 24-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യം. ദാവീദ് യഹോവയ്ക്ക് അവിടെ ഒരു യാഗപീഠം പണിതു, ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും കഴിച്ചു. അപ്പോൾ യഹോവ ദേശത്തിൻ്റെ പ്രാർത്ഥന കേട്ടു, ബാധ ഇസ്രയേലിനെ വിട്ടുമാറുകയും ചെയ്തു. ദാവീദിൻ്റെ കാലഘട്ടത്തിൽ ഒരു മഹാമാരി വന്നപ്പോൾ ദാവീദ് ദൈവസന്നിധി ഇടിവ് നിൽക്കുകയും കരയുകയും ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ദൈവ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യുന്നതാണ് ഈ 24-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ദൈവമക്കളെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മഹാമാരി എന്ന് വിശേഷിപ്പിക്കുന്ന വലിയൊരു ബാധ ലോകവ്യാപകമായി ഇപ്പോൾ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, COVID-19 എന്ന് പറയുന്ന ബാധ ദേശത്ത് മുഴുവൻ ആ വൈറസ് ബാധിച്ച് അനേകർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അനേക കുടുംബങ്ങൾ തകർന്നുപോയി. അനേക സാമ്പത്തികങ്ങൾ തകർന്നു. അനേക രാജ്യങ്ങൾ കരകയറാൻ പറ്റാത്ത സ്ഥിതിയിൽ ഇന്നും ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് ലോക സംഭവങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ തകർച്ച സംഭവിക്കുമ്പോൾ മറു സൈഡിൽ ദൈവമക്കൾ ശക്തമായി പ്രാർത്ഥനയിൽ ഈ ദിവസങ്ങളിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും മഹാവ്യാധിയൊക്കെ വരുമ്പോൾ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നെന്ന പ്രത്യാശയോടെ ദൈവമക്കൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഒക്കെ ഈ സമയങ്ങൾ വേർതിരിച്ചിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തോത്രം. ദൈവം നമ്മളെ ഓരോരുത്തരെയും ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ ശക്തമായി വർദ്ധിപ്പിക്കുകയാണ്. ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുകയാണ്. ദൈവമക്കളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ വസ്തുത, നോഹയുടെ കാലഘട്ടത്തിൽ മഹാമാരി ദൈവം അയച്ചു. എന്നാൽ നോഹയും കുടുംബത്തെയും കർത്താവ് അവിടെ അത്ഭുതകരമായി വിടുവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ലോത്തിൻ്റെ കാലഘട്ടത്തിൽ സോദോം ഗോമോറ എന്ന് പറയുന്ന ദേശത്ത് അഗ്നിമഴ ദൈവം അയച്ചപ്പോൾ ലോത്തിനെയും മക്കളെയും ദൈവം അത്ഭുതകരമായി അവിടെ നിന്ന് വിടുവിക്കുന്ന ഭാഗമുണ്ട്. അപ്പം എല്ലാ കാലഘട്ടത്തിലും ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കളെ അത്ഭുതകരമായി കർത്താവ് വിടുവിച്ചിരുന്നു. ദൈവത്തെ സേവിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് സൂക്ഷിക്കാറുണ്ട്. ഇതുപോലെ ദാവീദിൻ്റെ കാലഘട്ടത്തിൽ ഒരു മഹാമാരി ദൈവം അയച്ചു. അത് സത്യത്തിൽ ദാവീദിൻ്റെ തെറ്റ് നിമിത്തം വന്നതാണ്. എന്താ ദാവീദിൻ്റെ തെറ്റ് നിമിത്തം വരാൻ കാരണം എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം, ഈ 1 ദിനവൃത്താന്ത പുസ്തകം 21-ാം അധ്യായത്തിലും അതുപോലെ തന്നെ 2 ശമൂവേലിൻ്റെ പുസ്തകം 24-ാം അധ്യായത്തിലാണ് ഈ സംഭവം വിവരിക്കുന്നത്. ഈ 2 ശമൂവേലിൻ്റെ പുസ്തകം 24-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: യഹോവയുടെ കോപം വീണ്ടും ഇസ്രയേലിൻ്റെ നേരെ ജ്വലിച്ചു. നീ ചെന്ന് ഇസ്രയേലിനെയും യഹൂദിയെയും എണ്ണുക എന്നിങ്ങനെ അവർക്ക് വിരോധമായി ദാവീദിനെ തോന്നിച്ചു. നമുക്കറിയാം, ഈ പിശാച് ദാവീദിൻ്റെ അടുക്കൽ വന്നിട്ട് ദാവീദിനെ തോന്നിപ്പിച്ചു ഇസ്രയേലിനെ മുഴുവൻ എണ്ണണമെന്ന്. അങ്ങനെ പിശാചിൻ്റെ ആലോചനയ്ക്ക് ദാവീദ് ചെവി കൊടുക്കുന്നൊരു ഭാഗമുണ്ട്. അതുകൊണ്ടാണ് ഈ വലിയ മഹാമാരി അയക്കുവാൻ അവിടെ ഇടയായിത്തീർന്നത്, ഇസ്രയേലിൽ അയക്കാൻ ഇടയായിത്തീർന്നത്. ദൈവത്തിൻ്റെ ആലോചനയെ ദാവീദ് കേൾക്കാതെ പിശാചിൻ്റെ ആലോചന സ്വീകരിച്ച നിമിത്തം വലിയ അനർത്ഥങ്ങൾ ആ രാജ്യത്ത് വരുവാനിടയായിത്തീർന്നു. നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. നമ്മൾ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആലോചനയും സാത്താനി ആലോചനയും തിരിച്ചറിയാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി ദൈവമക്കൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. ഇതിനു മുമ്പ് ദാവീദ് ജനത്തെ എണ്ണിയിട്ടുണ്ട്, പക്ഷേ അത് ദൈവത്തിൻ്റെ ആലോചനയായിരുന്നു, ദൈവഹിതമായിരുന്നു. എന്നാൽ ഇപ്പോൾ ദാവീദ് എണ്ണിയത് ദൈവത്തിൻ്റെ അല്ലായിരുന്നു, അത് സാത്താൻ അവനെ തോന്നിപ്പിച്ചതായിരുന്നു. ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുകയാണ്. ദാവീദ് ഇതിനു മുമ്പിൽ എന്ത് സാഹചര്യം ഉണ്ടെങ്കിലും, ഏത് പ്രയാസത്തിലൂടെ ദാവീദ് പോയപ്പോഴൊക്കെയും ദാവീദ് അവിടെയെല്ലാം നമുക്ക് കാണാൻ പറ്റും ദൈവത്തോട് ആലോചന ചോദിച്ചിരുന്നു. ദാവീദിന് ദൈവത്തോട് ആലോചന ചോദിക്കാൻ വലിയ സാഹചര്യങ്ങൾ പലതുമുണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യം വന്നപ്പോൾ ദാവീദ് ദൈവത്തോട് ആലോചന ചോദിക്കാതെ സാത്താൻ്റെ ആലോചന പ്രകാരം സ്റ്റെപ്പ് വയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിന് മുമ്പിലുള്ള സാഹചര്യം നമ്മൾ എടുത്തു നോക്കിയാൽ ദാവീദ് നമുക്ക് 2 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ
5-ാം അധ്യായം 2 ശമൂവേലിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ ദാവീദ് ഒരു പ്രശ്നം വന്നപ്പം അതിൻ്റെ 19-ാം വാക്യത്തിൽ, അപ്പോൾ ദാവീദ് യഹോവയോട്, ഞാൻ ഫെലിസ്ത്യരുടെ നേരെ പുറപ്പെടണം എന്ന് പറഞ്ഞാൽ ഫെലിസ്ത്യർ യുദ്ധത്തിനായിട്ട് വരിക. അപ്പം ദാവീദ് അന്നേരം ദൈവത്തോട് ആലോചന ചോദിക്കുകയാണ്. അപ്പോൾ ദാവീദ് യഹോവയോട്, ഞാൻ ഫെലിസ്ത്യരുടെ നേരെ പുറപ്പെടണോ, അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ദൈവം പറയാം, പുറപ്പെടുക, ഞാൻ ഫെലിസ്ത്യരെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ദാവീദ് ദൈവം പറഞ്ഞതുപോലെ ആലോചന പ്രകാരം പോയി. ആ യാത്ര അനുഗ്രഹമായിരുന്നു. വെള്ളച്ചാട്ടം ചാടുന്നത് പോലെ ഫെലിസ്ത്യരെ തോൽപ്പിച്ചോടിച്ചു. അപ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ഒരു നല്ല സ്വഭാവമുള്ള ആളായിരുന്നു ദാവീദ്. അതിൻ്റെ തന്നെ 5-ാം അധ്യായത്തിൽ തന്നെ വീണ്ടും 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഫെലിസ്ത്യർ പിന്നെയും വന്ന് രഫായീം താഴ്വരയിൽ പരന്നു. ദാവീദ് യഹോവയോട് ചോദിച്ചപ്പോൾ, നീ നേരെ ചെല്ലാതെ അവരുടെ പിമ്പുറത്തൂടെ വളഞ്ഞു ചെന്ന് ബാഗാവൃക്ഷങ്ങൾക്കെതിരെ വെച്ച് അവരെ നേരിടുക. ബാഗാവൃക്ഷങ്ങളുടെ അഗ്രങ്ങൾ കൂടി അണിയണി നടക്കുന്ന ഒച്ച പോലെ കേൾക്കും. അപ്പോൾ വേഗത്തിൽ ചെല്ലുക, ഫെലിസ്ത്യർ സൈന്യത്തെ തോൽപ്പിക്കാൻ യഹോവ നിനക്ക് മുമ്പായി പുറപ്പെട്ടിരിക്കുന്നു. കണ്ടോ, രണ്ടാമതും ഫെലിസ്ത്യർ വന്നപ്പോൾ അന്നേരവും ദാവീദ് യഹോവയോട് ആലോചന ചോദിച്ചു. ദൈവം അവന് ആലോചന കൊടുത്തു. മുമ്പിലൂടെ നീ ചെല്ലരുത്, പുറകിലൂടെ ചെല്ലുക. ബാഗാവൃക്ഷണത്തിലൂടെ അണിയായി പുറപ്പെടുന്ന ശബ്ദം കേൾക്കുമ്പോൾ യഹോവ നിനക്ക് മുമ്പായി പുറപ്പെട്ടെന്ന് നീ മനസ്സിലാക്കിക്കോണം. അപ്പോൾ അതുപോലെ തന്നെ ദാവീദ് സ്റ്റെപ്പ് വെച്ചു. അത് വിജയമായിരുന്നു. എന്നാൽ എല്ലാ സാഹചര്യത്തിലും ദാവീദ് ദൈവത്തോട് ആലോചന ചോദിച്ചിരുന്നു. അന്നേരമൊക്കെ ജയമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ജനത്തെ എണ്ണുന്ന ഒരു സാഹചര്യം പിശാചു തോന്നിപ്പിച്ചു. ദൈവത്തോട് ആലോചന ചോദിക്കാതെ ദാവീദ് സ്റ്റെപ്പ് വെച്ചു. അത് ദാവീദിൻ്റെ ജീവിതത്തിൽ വലിയ പരാജയത്തിന് കാരണമായി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവത്തിൻ്റെ ആലോചന നിങ്ങൾ തിരിച്ചറിഞ്ഞ് സ്റ്റെപ്പ് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയമുണ്ടാകും. ഏത് പ്രശ്നത്തിന് നടുവിൽ ജയത്തോടെ നിങ്ങൾക്ക് മുന്നേറാൻ ഈ ദിവസങ്ങളിൽ സാഹചര്യം ഉണ്ടാകും. നമുക്കറിയാം, ഇപ്പോൾ ഈ ലോകം മുഴുവൻ ഒരു അന്ത്യകാലത്തിൻ്റെ ലക്ഷണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളത് ദൈവിക ആലോചനകളെ തിരിച്ചറിഞ്ഞ് സ്റ്റെപ്പ് വയ്ക്കുന്നവരായിരിക്കണം നാം, ദൈവമക്കളും ദൈവസഭകളും എല്ലാം ഈ ദിവസങ്ങൾ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദാവീദിന് 3 വിധത്തിൽ ദൈവത്തിൻ്റെ ആലോചന തിരിച്ചറിയാൻ പറ്റിയിരുന്നു ആ കാലഘട്ടത്തിൽ. ഒന്ന്, ദാവീദിൻ്റെ കൊട്ടാരത്തിൽ നാഥാൻ പ്രവാചകനുണ്ട്. നാഥാൻ പ്രവാചകനോട് ആലോചന ചോദിക്കാം. അതോടൊപ്പം തന്നെ ഗാദ് പ്രവാചകനുണ്ട്. ഗാദ് പ്രവാചകനോട് ആലോചന ചോദിക്കാം. അതൊരു ഓപ്ഷനുണ്ട് ദാവീദിന്. ഇനി അത് കൂടെ അല്ലാതെ ദാവീദിന് മറ്റൊരു വിധത്തിൽ ആലോചന ചോദിക്കാൻ പറ്റുമായിരുന്നു. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ദാവീദിന് പുരോഹിതന്മാരും ഏഫോദും അവിടെയുണ്ട്. അപ്പം അങ്ങനെയും ദാവീദ് ആലോചന ചോദിച്ചിട്ടുണ്ട്. ഏഫോദ് ഉണ്ടായിരുന്ന സമയത്ത്, പുരോഹിതന്മാരുണ്ടായിരുന്ന സമയത്ത് അങ്ങനെ അവരോട് ആലോചന ചോദിച്ച് ഏഫോദ് ഉള്ള സമയത്ത് ദാവീദിന് ആലോചന വെളിപ്പെട്ട് കിട്ടിയിരുന്നു. അങ്ങനെയും ദാവീദിന് ദൈവസന്നിധിയിൽ ആലോചന വയ്ക്കാം. 3, ദാവീദിന് തന്നെ ദൈവസന്നിധിയിൽ ഇരുന്ന് പലപ്പോഴും ദൈവത്തോട് ചോദിച്ചതിനെല്ലാം ദാവീദിനോട് സ്വപ്നത്തിലൂടെയും മറ്റ് പല വിധത്തിലും ദൈവം ദാവീദിനോട് ഇടപെട്ടിട്ടുണ്ട്. അപ്പം ദാവീദിന് ഏത് സാഹചര്യത്തിലും ദൈവം ആലോചനകൾ കൊടുത്തിരുന്നു. പക്ഷേ ദൈവീക ആലോചനകളെ ദാവീദ് മറുതലിച്ച് സാത്താൻ്റെ ആലോചനയ്ക്ക് സ്റ്റെപ്പ് വെച്ചപ്പോൾ അത് വലിയ പരാജയത്തിന് കാരണമായി തീരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മൾ ഈ ദിവസങ്ങൾ തിരിച്ചറിയുന്ന ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് നമ്മൾ സ്റ്റെപ്പ് വയ്ക്കുക. ദാവീദ് പിശാചിൻ്റെ ആലോചനയ്ക്ക് സ്റ്റെപ്പ് വെച്ചു, പരാജയത്തിന് കാരണമായി. ഇനി 2 അവിടെ പരാജയപ്പെടാനുണ്ടായ കാരണം, നമുക്ക് ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക് വരുമ്പോൾ 1 ദിനവൃത്താന്ത പുസ്തകം 21-ാം അധ്യായത്തിൽ അവിടെ കാണുന്നത് 6-ാം വാക്യം, എന്നാൽ രാജാവിൻ്റെ കൽപ്പന യോവാബിന് വെറുപ്പായിരുന്നത് കൊണ്ട് അവൻ ലേവിയെയും ബെന്യാമിനെയും അവരുടെ കൂട്ടത്തിൽ എണ്ണിയില്ല. ദൈവത്തിന് ഈ കാര്യം അനിഷ്ടമായിരുന്നുകൊണ്ട് അവൻ ഇസ്രയേലിനെ ബാധിച്ചു. ദൈവത്തിന് ഈ കാര്യം അനിഷ്ടമായിരുന്നു. എല്ലാവരെയും എണ്ണ ദാവീദ് പറഞ്ഞു വിട്ടു. പക്ഷേ യോവാബിന് ഈ കാര്യം വെറുപ്പായതുകൊണ്ട് യോവാബ് എന്ത് ചെയ്തില്ല? ലേവിനെയും ബെന്യാമിനെയും എണ്ണിയില്ല. ഇസ്രായേൽ മക്കളുടെ എണ്ണത്തിൻ്റെ കൂട്ടത്തിൽ സാധാരണ ലേവിനെ എണ്ണാറില്ല, പക്ഷേ ബെന്യാമിനെ എണ്ണിയിരുന്നു. പക്ഷേ ബെന്യാമിനെ എണ്ണാതിരുന്നത് ദൈവത്തിന് വെറുപ്പിന് കാരണമായി. അതുകൊണ്ട് ദൈവം അവരെ ബാധിച്ചു. അങ്ങനെയാണ് ഇസ്രായേലിൽ ബാധയുണ്ടായത്. ദൈവമക്കളെ, ചില ബാധകൾ വരുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ കരമാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എല്ലാ ബാധയും സാത്താന്യ പോരാട്ടമല്ല, എല്ലാ ബാധയും പിശാചിൻ്റെ പദ്ധതിയല്ല. എല്ലാ ബാധയുടെ പിന്നിലും ചിലപ്പോൾ ദൈവത്തിൻ്റെ കരവും കൂടെ ഉണ്ടെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ദൈവിക ആലോചനയിൽ സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ ബാധ വന്നതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടായിരുന്നു. യഹോവ അവരെ ബാധിച്ചു. അങ്ങനെ വലിയ പ്രതിസന്ധിയിലായ സമയത്ത് നമുക്ക് കാണാൻ പറ്റും, ഈ ദൈവഹിതം മനസ്സിലാക്കി സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റാതെ വരുമ്പോഴാണ് ജീവിതത്തിൽ പരാജയം സംഭവിക്കുന്നത്.
ഈ മോശയുടെ കാലഘട്ടത്തിന് ശേഷം യോശുവയാണ് നേതൃത്വ നിരയിൽ വരുന്നത്. യോശുവ നേതൃത്വ നിരയിൽ വരുമ്പോൾ യോശുവയുടെ മുമ്പിൽ വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ജോർദാനാണ്. ജോർദാൻ എങ്ങനെ പിളർക്കും, അല്ലെങ്കിൽ ജോർദാൻ കടന്ന് അക്കരെ ഇസ്രായേൽ മക്കൾ എങ്ങനെ കയറും, അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി യോശുവയുടെ മുമ്പിലുണ്ട്, യോശുവയും ജനത്തിൻ്റെ മുമ്പിലുണ്ട്. അപ്പം യോശുവ നേതൃത്വ നിരയിൽ നിൽക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അത് യോശുവ ദൈവത്തോട് ആലോചന ചോദിച്ചു. ആ സമയത്ത് ദൈവത്തോട് ആലോചന ചോദിക്കുമ്പോൾ ഇന്നലകളിലൊക്കെ ചെങ്കടൽ സമാനമായ വിഷയം വന്നപ്പം മോശ എന്ന ആത്മീയ നേതാവിനോട് ദൈവം പറഞ്ഞത് കയ്യിലിരിക്കുന്ന വടി നീട്ടി ചെങ്കടലിനെ പിളർക്കാൻ വേണ്ടി പറഞ്ഞു. ദൈവം രാത്രി കാറ്റടിപ്പിച്ചു, ചെങ്കടൽ പിളർത്തു. അങ്ങനെയാണ് സംഭവിച്ചത്. എന്നാൽ മോശ എന്ന ആത്മീയ നേതാവ് കാണിച്ചു തന്നതുപോലെ തന്നെ യോശുവയ്ക്ക് വേണേൽ ചെയ്യാം. പക്ഷേ യോശുവ അങ്ങനെ ചെയ്യാതെ യോശുവ എന്ത് ചെയ്തു? ദൈവത്തോട് ആലോചന ചോദിച്ചു. ദൈവത്തോട് ആലോചന ചോദിച്ചപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ യോശുവോട് പറയുകയാണ്, നിൻ്റെ ഈ ജനത്തെ എന്ത് ചെയ്യണം? ശുദ്ധീകരിക്കുക. ജനത്തെ 3 ദിവസം ശുദ്ധീകരിക്കണം. ശുദ്ധീകരിച്ച് കഴിഞ്ഞിട്ട് പുരോഹിതന്മാരുടെ ഉള്ളംകാൽ തൊടുമ്പോൾ ജോർദാൻ 2ആയി പിളരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സ്തോത്രം. അപ്പം മോശ ചെയ്തതുപോലെ തന്നെ യോശുവ ചെയ്യാൻ നിൽക്കാതെ ഏത് പ്രതിസന്ധിയുടെ നടുവിലും ആ സെക്കൻഡിൽ ദൈവത്തോട് ആലോചന ചോദിച്ചു. ദൈവം അത് പറയുന്നത് പോലെ ചെയ്തു. അത് വിടുതലിന് കാരണമായി തീർന്നു. മരണകരമായ ജോർദാൻ മുമ്പിൽ വന്നപ്പോൾ ദൈവം പറയുക, ജനത്തെ ശുദ്ധീകരിക്കുക, നാളെ അതിശയം പ്രവർത്തിക്കും, നാളെ ദൈവപ്രവർത്തി വെളിപ്പെട്ടു വരും. അത് ദൈവമക്കളെ, ഞാൻ ഇതിൽ നിന്ന് നിങ്ങൾ പറയുന്നത്, ദൈവത്തോട് ആലോചന ചോദിക്കുമ്പോൾ ദൈവം നമ്മളോട് ഈ ദിവസങ്ങളിൽ വ്യക്തമായിട്ട് ഈ ദിവസങ്ങളിൽ ഇടപെടുന്നത് അത് തിരിച്ചറിഞ്ഞ് നമ്മൾ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി അതിശയങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ പറ്റും. മരണകരമായ ജോർദാൻ മുമ്പിൽ വരട്ടെ, ജോർദാൻ വീശട്ടെ, ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ മേലൊഴുക്ക് ഉള്ള ജോർദാൻ മുമ്പിൽ വരട്ടെ, മരണകരമായ അവസ്ഥകൾ മുമ്പിൽ വരട്ടെ. പക്ഷേ അതിൻ്റെ നടുവിൽ ദൈവാലോചന പ്രകാരം സ്റ്റെപ്പ് വെച്ചാൽ ആ ജോർദാനെ പിളർത്തി അതിൻ്റെ നടുവിലൂടെ നടന്നു പോകത്തക്കവണ്ണം വഴികൾ തുറക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുകയാണ്. ഈ സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്, കർത്താവ് പറഞ്ഞതുപോലെ ശുദ്ധീകരണം പ്രാപിച്ച് വിടുതലോടെ നിങ്ങൾ സ്റ്റെപ്പ് വെച്ചാൽ, അഭിഷേകത്തിൻ്റെ പെട്ടകം ചുവന്ന പുരോഹിതന്മാരുടെ ഉള്ളംകാൽ വെച്ചപ്പോൾ ജോർദാൻ 2ആയി മാറിയതുപോലെ നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ദൈവത്തിൻ്റെ കൃപ ദൈവം നിങ്ങളുടെ മേൽ അധികമായി പകരുന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. ഇങ്ങനെ ഒരു പ്രതിസന്ധി ദാവീദിന് മുമ്പിൽ വന്നപ്പോൾ സാത്താൻ പറഞ്ഞതിന് സ്റ്റെപ്പ് വെച്ച് ബാധ വെളിപ്പെട്ടെന്നറിഞ്ഞപ്പോൾ ദാവീദിൻ്റെ അടുക്കൽ ഗാദ് പ്രവാചകനെ ദൈവം അയച്ചു. ഗാദ് പ്രവാചകൻ വന്നിട്ട് ദാവീദിനോട് പറഞ്ഞു, 3 ഓപ്ഷൻ നിൻ്റെ മുമ്പിൽ വയ്ക്കാം. ഒന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഭാഗമാണ്. ഒന്ന്, അവൻ പറഞ്ഞു 3 വർഷം ദേശത്ത് കഠിനക്ഷാമം ഉണ്ടാകും. അത് വേണോ, അതോ 3 മാസം ശത്രു നിന്നെ വിടാതെ പിന്തുടരണോ, അതോ 3 ദിവസം മഹാമാരി അയക്കണം? അപ്പോൾ ആ 3 ഓപ്ഷൻ വെച്ചപ്പം ദാവീദ് ഇതിലൊരു ഓപ്ഷൻ പോലും തിരഞ്ഞെടുക്കാതെ ദാവീദ് പറയുകയാണ്, ആ 24-ാം അധ്യായത്തിൻ്റെ സ്തോത്രം 24-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ വലിയ വിഷമത്തിലായി, നാം യഹോവയുടെ കയ്യിൽ തന്നെ വീഴുക, അവൻ്റെ കരുണ വലുതല്ലോ. അത് എത്ര അർത്ഥവത്തായ വാക്കാണെന്നറിയാം ദൈവമക്കളെ. ഞാൻ വലിയ വിഷമത്തിലായി, യഹോവയുടെ കരങ്ങളിൽ വീഴുക, അവൻ്റെ കരുണ വലുതല്ലോ. അത് ദൈവമക്കളെ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നൊരു സാഹചര്യമാണ്. നമ്മളിപ്പോൾ വലിയ വിഷമത്തിലായി, നാട്ടിലേക്ക് പോകാൻ പറ്റാത്ത പല സന്ദർഭങ്ങൾ സംഭവിക്കുന്നു, ഫ്ലൈറ്റുകളെല്ലാം പലതും ക്യാൻസൽ ചെയ്യുന്നു, പല രോഗികൾ കൊറോണ വൈറസ് ബാധിച്ച് പലരും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു, ലോക സാമ്പത്തിക മേഖലകൾ തകർന്നടിയുന്നു, ജോലി പലരുടെയും നഷ്ടപ്പെടുന്നു, എന്ത് ചെയ്യണമെന്നറിയത്തില്ല, ആരാധനകൾ നിർത്തലായി, പലരും കൂട്ടായ്മകൾ കൂടാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വരുന്നു, എന്ത് ചെയ്യണമെന്നറിയാതെ നാം എല്ലാം വിഷമത്തിൻ്റെ അകത്തിലായി. ഈ വിഷമ സാഹചര്യത്തിൽ ഒരുമിച്ച് ദൈവമക്കൾക്ക് പറയാൻ പറ്റണം, ദൈവത്തിൻ്റെ കരുണ വലുതല്ലോ, അവൻ്റെ കയ്യിൽ തന്നെ നമുക്ക് വീഴാം. ദൈവത്തിൻ്റെ കരങ്ങളിൽ വീഴുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഒരു ആത്മീയൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ ഈ വിഷമ സാഹചര്യത്തിലൂടെ നാം ഓരോരുത്തരും കടന്നു പോകുമ്പോൾ നമുക്കൊന്നിച്ച് പറയാൻ പറ്റട്ടെ, നമുക്ക് ദൈവകരത്തിൽ വീഴാം, അവൻ്റെ കരുണ വലുതല്ലോ. നമുക്ക് ദൈവകരത്തിൽ വീഴാം, അവൻ്റെ കരുണ വലുതല്ലോ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി ദൈവകരത്തിൽ വീണാനുള്ള അനുഗ്രഹം എത്രയാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ദൈവത്തിൻ്റെ കരത്തിൽ വീഴുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്. സ്തോത്രം. നമുക്കറിയാം, ഈ എബ്രായ ലേഖനം 12-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ദൈവം
അപ്പൻ ശിക്ഷിക്കാത്ത മകൻ ഏതുള്ളൂ എന്നാണ് ഒരു വാക്യത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. 12-ാം അധ്യായം, എബ്രായ ലേഖനം 12-ാം അധ്യായം, അതിൻ്റെ 5 തൊട്ടുള്ള വേദവാക്യത്തിൽ നമുക്ക് കാണാം അപ്പൻ ശിക്ഷിക്കുന്ന മകനെക്കുറിച്ച് പറയുന്നുണ്ട്. നോക്കിക്കേ, മകനെ, കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിയുമരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു, കർത്താവ് സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രവാദനം നിങ്ങൾ മറന്നു കളയുന്നുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, കവലേടിയന്മാരത്രേ. അപ്പം നമ്മുടെ കർത്താവിൻ്റെ കരത്തിൽ വീണാൽ കർത്താവ് നമ്മളെ ശിക്ഷിക്കും. അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കാണ്. നമ്മെ ദൈവത്തിന് മടക്കി കൊണ്ടുവരുവാൻ, ഒരു നല്ല ദൈവപൈതലാക്കുവാൻ എന്ന് പറഞ്ഞാൽ ദൈവം നോക്കും നമ്മുടെ നിത്യതയാണ്. നമ്മുടെ നിത്യത നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് സ്വർഗ്ഗം എപ്പോഴും നോക്കുന്നത്. അപ്പോൾ ദൈവകരത്തിൽ വീണ് കഴിഞ്ഞാൽ ഒരു കുശവൻ്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണ് പോലെ കർത്താവ് നമ്മളെ പണിയും. അത് കരങ്ങളിൽ നിന്ന് ഇതായി പോയാലും പൊടിഞ്ഞു പോയാലും കർത്താവിൻ്റെ കുശവൻ്റെ കയ്യിലിരിക്കുമ്പോൾ തന്നെ ആ കളിമണ്ണ് പാത്രം തകർന്നു പോയാലും വീണ്ടും അതിനെ ബോധിച്ചതുപോലെ പണിയുന്ന ഒരു നല്ല കുശവനാണ് നമ്മുടെ കർത്താവ്. അപ്പോൾ ദൈവകരത്തിൽ വീണാൽ നമ്മൾ തകർന്നാലും വീണ്ടും ദൈവത്തിന് ബോധിച്ചതുപോലെ പണിത് നമ്മളെ മടക്കിയെടുത്തവനാണ് ദൈവം. അത് വീണ്ടും പണിയുമ്പോൾ അല്പം വേദനയും പ്രയാസവും ഒക്കെ വന്നിരിക്കാം. വീണ്ടും പണിയുമ്പോൾ നമുക്ക് ജീവിതത്തിൽ താങ്ങാൻ പറ്റാത്ത വേദനകൾ വന്നിരിക്കാം. പക്ഷേ അപ്പൻ ശിക്ഷിക്കുന്നതാണെന്ന് തിരിച്ചറിഞ്ഞ് അത് ശിരസ വഹിക്കുന്ന ഏറ്റെടുക്കുന്ന മക്കളായിരിക്കണം നാം ഓരോരുത്തരും. ഇവിടെ നമ്മൾ കുറച്ചുകൂടെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്നറിയാമോ? ഞങ്ങളെ ബോധിച്ച പ്രകാരം അവനോ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നു. എന്തിനാണ് ദൈവം നമ്മളെ ശിക്ഷിക്കുന്നത്? നമ്മെ ശിക്ഷിക്കുന്നത് നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കാനാണ്. ദൈവത്തിന് ആത്യന്തികമായി ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഒന്ന് നിത്യത, 2 നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കണം. കർത്താവിൻ്റെ വിശുദ്ധി പ്രാപിക്കാനാണ് ദൈവം നമ്മെ ശിക്ഷിക്കുന്നത്. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖമത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. അപ്പോൾ ഈ ശിക്ഷ, ദൈവം തരുന്ന ശിക്ഷ അനുഗ്രഹത്തിനാണ്. നീതി എന്ന സമാധാന ഫലം ലഭിക്കാൻ വേണ്ടിയാണ്, നമ്മുടെ ഗുണത്തിനു വേണ്ടിയാണ്. ഒന്നും കൂടെ ആഴത്തി പറഞ്ഞാൽ അവൻ്റെ വിശുദ്ധി പ്രാപിക്കാനാണ് സ്വർഗം നമ്മെ ശിക്ഷിക്കുന്നത്. ഇതറിയാവുന്ന ദാവീദായിരിക്കാം ദാവീദ് പറയുന്നത്, നമുക്ക് അവൻ്റെ കരത്തിൽ തന്നെ വീഴാം. വലിയ വിഷമത്തിലായി നമുക്ക് അവൻ്റെ കരത്തിൽ തന്നെ വീഴാം. കാരണം എന്താ? അവൻ്റെ കരുണ വലുതല്ലോ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ വലുതാണ് ദൈവമക്കളെ. ദൈവത്തിൻ്റെ കരുണ വളരെ വലുതാണ്. നമുക്ക് ബൈബിളിൻ്റെ ഉള്ളിൽ ഉടനീളം നമുക്ക് കാണാൻ പറ്റുന്നത് ദൈവത്തിൻ്റെ കരുണയാണ്. 103-ാം സങ്കീർത്തനം അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ ഇങ്ങനെ നമ്മൾ എടുത്തു വായിക്കുമ്പോൾ 103-ാം സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് വർണ്ണിക്കുന്നതായിട്ട് കാണാം. സ്തോത്രം. നോക്കിക്കേ, 103-ാം സങ്കീർത്തനത്തിൽ എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, സകല രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കുന്നു, സകല രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കുന്നു. എന്നിട്ട് പറയാം, അവൻ നിൻ്റെ ജീവനെ നാശത്തിൽ നിന്നും വീണ്ടെടുക്കുന്നു, അവൻ്റെ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. കണ്ടോ? വലിയ രോഗത്തിൽ കൂടെ കടന്നു പോകുന്നൊരു സാഹചര്യമാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് സങ്കീർത്തനക്കാരൻ. ദൈവം ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്, അവൻ നമ്മുടെ അകൃത്യം ഒക്കെയും മോചിക്കുന്നു, അതാ ദൈവത്തിൻ്റെ കരുണ. 2, അവൻ നമ്മുടെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു, അതാ ദൈവത്തിൻ്റെ കരുണ. എന്നിട്ട് പറയാം, അവൻ നമ്മുടെ ജീവനെ നാശത്തിൽ നിന്നും വീണ്ടെടുത്ത് അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. കർത്താവിൻ്റെ കരുണ വർണ്ണാധീനമാണ്. ദൈവത്തിൻ്റെ കരുണ ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ്. എന്താണ് ദൈവത്തിൻ്റെ കരുണയെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഡെഫിനിഷൻ, ഈ ലോകത്തിൽ സ്വർഗം നമുക്ക് വേണ്ടി ഇറങ്ങി വന്നു, നമ്മെ വിടുവിച്ചു. അത് വസ്തുതാപരമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നാശത്തിലേക്ക് പോകേണ്ട നമ്മൾ നരകത്തിലേക്ക് പോകേണ്ടവരായിരുന്നു. പക്ഷേ നരകത്തിലേക്ക് പോകാതിരിക്കാൻ നമ്മെ ദൈവം വിടുവിച്ച് സ്വർഗത്തിലേക്കാക്കിയതാണ് ദൈവത്തിൻ്റെ മഹാകരുണ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ നമ്മൾ ഏറ്റെടുക്കേണ്ട സകലതും നമ്മുടെ കർത്താവ് ഏറ്റെടുത്ത് നമ്മെ വിടുവിപ്പാനിടയായി തീർന്നു. അതെ, ദാവീദിനോട് ചേർന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾ വിഷമത്തിലായി, ദൈവകരത്തിൽ നമുക്ക് വീഴാം. ദൈവത്തിൻ്റെ കരുണ വലുതാണ്. ദൈവത്തിൻ്റെ കരുണ വലുതാണ്. നമുക്കറിയാം, എത്രയോ പ്രിയപ്പെട്ടവർ മാറ്റപ്പെടുന്നു, എത്രയോ പ്രിയപ്പെട്ടവർ ദുഃഖസാന്ദ്രമായൊരു അവസ്ഥയാണ്.
പട്ടണങ്ങളെല്ലാം ശൂന്യമായി, പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു വലിയ സാഹചര്യം നേരിടുമ്പോൾ ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് ഈ ദിവസങ്ങളിൽ യാചിക്കാം. ആ പഴയ അനുഭവത്തിലേക്ക് നമുക്കൊക്കെ മടങ്ങി വരാം. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന, ലൈവിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് നിറഞ്ഞ ഹൃദയത്തോടെ ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അതെ, ദൈവകരത്തിലേക്ക് നമുക്ക് വീഴാം. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ ആരുമില്ല. നമ്മുടെ ഗുണത്തിനായിട്ട് ദൈവം നമ്മളെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയങ്ങളിൽ ഒരു സൈഡിൽ പ്രാർത്ഥന വർദ്ധിപ്പിക്കുക, ഉപവാസം വർദ്ധിപ്പിക്കുക, നമ്മൾ ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ആരോഗ്യ സംഘടനകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നേഴ്സസിന് വേണ്ടി പ്രാർത്ഥിക്കുക, ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മറുസൈഡിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഈ ലോക സംഭവങ്ങളെല്ലാം വിളിച്ചറിയിക്കുന്നു കർത്താവിൻ്റെ വരവാണ്. ഈ മഹാമാരിയും ഈ ബാധയും ഈ ക്ഷാമവും ഈ സാമ്പത്തിക തകർച്ചയും മറുസൈഡിൽ കാണുമ്പോൾ ദൈവമക്കൾ, പ്രത്യാശയുള്ള ദൈവമക്കൾ ഒരു സൈഡിൽ ഒരുങ്ങുക, പ്രാർത്ഥിച്ചൊരുങ്ങുക. നമ്മൾ ദൈവസന്നിധിയിൽ ക്രമീകരണം പ്രാപിച്ച് ഒരുങ്ങുക. ഏത് സമയത്തും കർത്താവ് വരും. അതിനായിട്ട് നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കട്ടെ. ഇത്രത്തോളം സമയം നിങ്ങളോട് ദൈവവചനം ശുശ്രൂഷിപ്പാൻ അടിയന് ദൈവം അവസരം ഒരുക്കിയല്ലോ. ഈ വചനം നിങ്ങളെ വലിയ രീതിയിൽ ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ നിങ്ങളെ സഹായിക്കട്ടെ. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല വൈകിയവേളയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിച്ചല്ലോ. നിത്യനായ ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധ കർത്താവേ, ദൈവവചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കളുടെ മേലും ദൈവത്തിൻ്റെ കൃപയും കരുണയും ചുറ്റട്ടെ, ദൈവത്തിൻ്റെ ദയ ചുറ്റട്ടെ, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുത സൗഖ്യം വ്യാപരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. എല്ലാ ആരോഗ്യ സംഘടനകളെയും കർത്താവ് ബലപ്പെടുത്തണമേ. എല്ലാ നേഴ്സസിനെയും എല്ലാ ഡോക്ടേഴ്സിനെയും ദൈവം ബലപ്പെടുത്തണമേ. ശുശ്രൂഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ബലപ്പെടുത്തണമേ. രോഗികളായിരിക്കുന്നവർക്ക് അത്ഭുത സൗഖ്യം ദൈവം കൊടുക്കണമേ. ഈ ബാധയെ കർത്താവ് ശാസിച്ചു മാറ്റണമേ. അത്ഭുത ദൈവപ്രവൃത്തി കാണുവാൻ സ്വർഗം സഹായിക്കുമാറാകണമെന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേകരുടെ ബിസിനസ്സുകൾ തകർന്നു. കർത്താവെ, കൺസ്ട്രക്ഷൻ മേഖലകൾ തകർന്നു, ഹോട്ടൽ ബിസിനസ്സുകൾ തകർന്നു. മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് അറിയത്തില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട്. ദൈവിക സമാധാനം എല്ലാ മേഖലകളിലും വെളിപ്പെട്ടു വരുവാൻ സ്വർഗം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ കർത്താവെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപ്പെട്ട് നിൽക്കുന്ന ദൈവമക്കൾ കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യാശയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നല്ലോ. ഒന്നും കൂടി ഒരുങ്ങുവാൻ, അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് ഗുണത്തിനായി ശിക്ഷിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് ഒന്നും കൂടി ഒരുങ്ങുവാൻ എല്ലാ ദൈവമക്കളെയും ദൈവം സഹായിക്കണം. വരവെങ്കിൽ ആരും കൈവിടപ്പെട്ടു പോകാതിരിപ്പാൻ സ്വർഗം സഹായിക്കണമെന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ അനേകർ രക്ഷിക്കപ്പെടുവാൻ, കർത്താവിൻ്റെ എങ്കിലേക്ക് അടുത്തു വരുവാനും സ്വർഗം സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹലോ ഹോപ്പിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമേ. ഇതിൻ്റെ സംഘാടകരെ കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കർത്താവ് ബഹറിലുള്ള ദൈവസഭകൾ, ദൈവദാസന്മാർ, ദൈവമക്കൾ അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇറ്റലിക്ക് വേണ്ടി ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു, ഇറാനു വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലോക രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ മഹാദയ എല്ലായിടങ്ങളിലും വ്യാപരിക്കണമേ. കരുണ തോന്നണമേ കർത്താവെ. മഹത്വം മുഴുവൻ കർത്താവിന്. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. താങ്ക് യു.